ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കരിയർ ട്രാക്കർ പി എസ് സി. കരിയർ ട്രാക്കർ പി എസ് സിയുടെ പുതിയ ഒരു കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ കുറിച്ചാണ്. എപ്പോഴും നമ്മുടെ LGS നിലവാരത്തിൽ അല്ലെങ്കിൽ 10th ലെവൽ ഉള്ള പരീക്ഷകൾക്കൊക്കെ ഒരു ചോദ്യം എപ്പോഴും മിക്ക പരീക്ഷകളിലും ഒരു സ്റ്റേജിലെങ്കിലും വരാറുണ്ട്. ഏതെങ്കിലും ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററുടെ പേര് തന്നിട്ട് അവർ ഏത് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് മന്ത്രിയാണ് അവർ, ഏത് വിഭാഗത്തിൻ്റെ മന്ത്രിയാണ് അവരെന്നുള്ള രീതിയിൽ ചോദ്യം വരാം, അല്ലെങ്കിൽ ഏത് വകുപ്പാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പോൾ എന്തുണ്ട്, 30 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആണുള്ളത്. 30 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആണുള്ളത്. നമുക്കറിയാം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഒരു സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിവിധ തരത്തിലുള്ള മിനിസ്റ്റേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനാ ഭാഗത്ത് പഠിക്കുന്നുണ്ട്. അതിൽ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ കുറിച്ച് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് നേരിട്ട് പേര് ചോദിക്കാറുള്ളൂ. ഇവർ ഏത് വകുപ്പിൻ്റെ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയാണെന്നുള്ള രീതിയിലാണ് ചോദ്യം വരാറുള്ളത്. അപ്പോൾ നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ കുറിച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇന്ന് പഠിക്കുന്നുള്ളൂ. പക്ഷേ എന്താണ് ഇവരുടെ ഓരോരുത്തരെയും പദവി, ക്യാബിനറ്റ് മിനിസ്റ്റർ ആണെങ്കിൽ എന്താണ്, മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ചാർജ് ആണെങ്കിൽ അവരുടെ പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് പഠിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രീ നരേന്ദ്രമോദിയെക്കുറിച്ചാണ്. നമുക്കറിയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, പ്രൈം മിനിസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്. ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെ മിനിസ്റ്ററാണ് അദ്ദേഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻ, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്, ഓർത്ത് വെക്കണം. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ തലവൻ അല്ലെങ്കിൽ അതിൻ്റെ മിനിസ്റ്റർ എന്ന് പറയുന്നത് ആരാണ്, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി തന്നെയാണ്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ്, അതുപോലെ തന്നെ ഓൾ ഇമ്പോർട്ടൻറ്റ് പോളിസീസ് ഇഷ്യൂസ് ആൻഡ് അതർ പോർട്ട്ഫോളിയോസ് നോട്ട് അലോക്കേറ്റഡ് ടു എനി മിനിസ്റ്റർ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 30 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 30 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് അല്ലാതെ മറ്റെന്തെങ്കിലും പോർട്ട്ഫോളിയോസ് അവിടെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അതും ആര് തന്നെയാണ് അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത്, ശ്രീ നരേന്ദ്രമോദി തന്നെയായിരിക്കും അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്നത് എന്താണ്, അദ്ദേഹം നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്. അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻസിൻ്റെ തലവനാണ്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ മിനിസ്റ്ററാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ്, അതുപോലെ തന്നെ ഓൾ ഇമ്പോർട്ടൻറ്റ് പോളിസി ഇഷ്യൂസ്. ഇത്രയും വകുപ്പുകളാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ ആയിട്ട് പഠിക്കാം. ഇതിൽ പല പേരുകളും നമ്മൾ ഡെയിലി പത്രം വായിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എല്ലാ പേരുകളും കേട്ടിരിക്കും. അവർ വകുപ്പ് ഏതാണെന്നുള്ളത് ഓർത്ത് വയ്ക്കാൻ ആ ഒരു പത്രവായന തന്നെ ധാരാളമാണ്. അതല്ലാണ്ട് നമുക്കിത് പെട്ടെന്നൊരു ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിങ്ങനെ ടേബിളായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും പേരുകൾ നിങ്ങൾക്ക് അറിയാത്തത് മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അത് സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചാൽ മതി. പറയുന്ന പല പേരുകളും എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ഡെയിലി പത്രങ്ങളിൽ കാണുന്ന പേരുകൾ തന്നെയായിരിക്കും. ഇപ്പോൾ ആദ്യത്തെ ക്യാബിനറ്റ് മിനിസ്റ്റർ ശ്രീ രാജ്നാഥ് സിംഗ്, ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് കത്തിയിട്ടുണ്ടാവും. അദ്ദേഹം ഡിഫൻസ് മിനിസ്റ്ററാണ്, നമ്മളുടെ ഡിഫൻസ് ഫോഴ്സുകളുടെ മിനിസ്റ്ററാണ് ആരെന്ന് പറയുന്നത്, ശ്രീ രാജ്നാഥ് സിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അമിത് ഷാ, നമ്മൾ കേട്ടിട്ടുള്ള നിർബന്ധമായിട്ടും കേട്ടിരിക്കുന്ന ഒരു പേരാണ്. അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ്, അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മറ്റൊരു വകുപ്പ് എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ. നമുക്കറിയാം അടുത്ത ഈ ഒരു കാലത്തായിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോഓപ്പറേറ്റീവ്സ് ഒക്കെ ആചരിച്ചിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു UN-ൻ്റെ ഒരു വർഷങ്ങൾ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഇൻ്റർനാഷണൽ സഹകരണ വർഷം, രാജ്യാന്തര സഹകരണ വർഷം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു, നമ്മൾ ക്ലാസ്സുകൾ കേട്ടിരുന്നു. അപ്പോൾ ഈ രാജ്യാന്തര സഹകരണ വർഷമൊക്കെ നടത്തിയ സമയത്ത് ഒരുപാട് തവണ നമ്മൾ പത്രവാദ്യങ്ങളിൽ എന്ത് ചെയ്തിരുന്നു, ഇദ്ദേഹത്തിന് ശ്രീ അമിത് ഷാ, അദ്ദേഹം മിനിസ്റ്റർ ഓഫ് കോഓപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ചർച്ചകളൊക്കെ വന്നത് പത്രമാധ്യമങ്ങൾ എന്ത് ചെയ്തിരുന്നു, ചർച്ച ചെയ്തിരുന്നു. അതുപോലെ തന്നെ ശ്രീ നിതിൻ ജെ ഗഡ്കരി എന്നൊക്കെ നമ്മൾ വളരെ ഷോർട്ടായിട്ട് എന്ത് ചെയ്യാറുണ്ട്, പത്രത്തിലൊക്കെ കാണാറുണ്ട്. അദ്ദേഹം ഏത് വകുപ്പാണ്, മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്. അതുപോലെ തന്നെ ശ്രീ JP നദ്ദ അല്ലെങ്കിൽ ജഗത് പ്രകാശ് നദ്ദ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വകുപ്പ് എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. ഇതിൽ നിങ്ങൾ കേൾക്കാത്ത പേരുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കാത്ത പേരുകൾ മാത്രം എന്ത് ചെയ്യുക, സെപ്പറേറ്റ് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുക. കാരണം 30 പേരുണ്ട്, 30 പേര് മാത്രം നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഓർമ്മ നിൽക്കാൻ സാധ്യത കുറവാണ്. നമ്മൾ ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത് എന്ത് ചെയ്യുക, ന്യൂസിലേക്ക് ഈ നെയിമുകളെ കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഓർത്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ 5 വ്യക്തികളെ കുറിച്ചാണ് പഠിച്ചത്, അവരുടെ വകുപ്പ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തൊരു സ്ലൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീ ശിവരാജ് സിംഗ് ചൗഹാൻ, അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറും അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെൻറ്റുമാണ്, കൃഷിയും അതുപോലെ തന്നെ ഗ്രാമവികസനവും. കൃഷിയും ഗ്രാമവികസനവുമാണ് ആര് കൈകാര്യം ചെയ്യുന്നത്, ശ്രീ ശിവരാജ് സിംഗ് ചൗഹാൻ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ശ്രീമതി നിർമ്മല സീതാരാമൻ, ഇപ്പോൾ നമുക്കറിയാം അടുത്തിടെ കേന്ദ്ര ബഡ്ജറ്റ് എന്ത് ചെയ്തിരുന്നു, നമ്മുടെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ ആരായിരുന്നു അവതരിപ്പിച്ചത്, നിർമ്മല സീതാരാമൻ ആയിരുന്നു അവതരിപ്പിച്ചത്. അപ്പോൾ കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്.
നമ്മളുടെ GDP, ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് തരുന്നുണ്ട്, നമ്മുടെ ബഡ്ജറ്റ് അതിലേക്കൊരു ഇൻസൈറ്റ് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട മറ്റൊരു മേഖലയാണ്. ഇവിടെ നമ്മൾ മിനിസ്റ്റേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രീമതി നിർമ്മല സീതാരാമൻ അവർ ഏതിൻ്റെയൊക്കെ ഇൻചാർജാണ്? മിനിസ്റ്റർ ഓഫ് ഫൈനാൻസും അതുപോലെ തന്നെ കോർപ്പറേറ്റ് അഫയേഴ്സും. ഇവിടെ മാറിപ്പോകരുത്. ഇവിടെ നമ്മൾ നേരത്തെ അമിത്ഷായുടെ പേര് പറഞ്ഞ സമയത്ത് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിരുന്നു. മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷനും മിനിസ്റ്റർ ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സും രണ്ടും രണ്ട് ആളുകളാണ്. മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ശ്രീ അമിത് ഷായാണ്. എന്നാൽ കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ മിനിസ്റ്റർ എന്ന് പറയുന്നത് നിർമ്മല സീതാരാമനാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ഇനി നമ്മളെപ്പോഴും കേട്ടിരിക്കുന്ന ഒരു പേരാണ് ഡോക്ടർ എസ് ജയശങ്കർ അല്ലെങ്കിൽ ഡോക്ടർ സുബ്രഹ്മണ്യൻ ജയശങ്കർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വകുപ്പ് എന്ന് പറയുന്നത് ഏതായിരുന്നു? എക്സ്റ്റേണൽ അഫയേഴ്സ് ആയിരുന്നു. ഫോറിൻ മിനിസ്റ്ററാണ് അദ്ദേഹം, മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. അതുപോലെ തന്നെ ശ്രീ മനോഹർ ലാൽ, അദ്ദേഹത്തിൻ്റെ വകുപ്പ് എന്ന് പറയുന്നത് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് പവർ. ഈ രണ്ട് പേരുകളും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ HD കുമാരസ്വാമി, അദ്ദേഹത്തിൻ്റെ വകുപ്പ് എന്ന് പറയുന്നത് എന്താ? മിനിസ്റ്റർ ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് മിനിസ്റ്റർ ഓഫ് സ്റ്റീൽസ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിഞ്ഞ വർഷം നമ്മുടെ PSC ചോദിച്ച വളരെ ഡയറക്റ്റായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റനാണ് ഫൈനാൻസ് മിനിസ്റ്റർ ചെയ്ത്, അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ. ഇത് രണ്ട് PSC ഒരു തവണ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇത്തരത്തിലൊരു ക്ലാസ് എല്ലാ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെയും പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്തത്, ഈ ഒരു ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീ പീയൂഷ് ഗോയൽ, നമുക്കറിയാം ഏതാണ്? മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. അതുപോലെ തന്നെ ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ. ഇത് നമ്മളെപ്പോഴും വാർത്തകളിൽ കേൾക്കുന്ന ഒരു പേരാണ്. ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് UGCയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് വാർത്തകൾ വന്ന സമയത്ത് നമ്മൾ ന്യൂസ് പേപ്പറിൽ കണ്ടൊരു പേരാണ് ആരെന്ന് പറയുന്നത്? ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ മിനിസ്റ്ററാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ക്യാബിനറ്റ് മിനിസ്റ്ററാണ് ആരെന്ന് പറയുന്നത്? ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്നത്. അടുത്ത വകുപ്പ് ആരുടെയാണ്? ശ്രീ ജിതൻ റാം മഞ്ചി. അദ്ദേഹം എന്ന് പറയുന്നത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. ഒന്നും കൂടെ നമുക്ക് കേട്ട് പരിചയമുള്ള പേര് ചിലപ്പോൾ MSME എന്നായിരിക്കും. നമ്മൾ കേട്ടിട്ടുണ്ട് MSME എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ, എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മിനിസ്റ്റർ ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിൻ്റെ മിനിസ്റ്ററാണ് ആരെന്ന് പറയുന്നത്? ശ്രീ ജിതൻ റാം മഞ്ചി എന്ന് പറയുന്നത്. പേര് ഓർത്ത് വയ്ക്കുക. MSMEകളുടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാലമാണ് ഇപ്പോൾ. അപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശ്രീ രാജീവ് രഞ്ജൻ സിംഗ്, അദ്ദേഹത്തിൻ്റെ മിനിസ്റ്റർ എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് പഞ്ചായത്തി രാജ്, മിനിസ്റ്റർ ഓഫ് ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ്. ഇതിൽ ഈ പഞ്ചായത്തി രാജ് എന്നുള്ള വിഭാഗം എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. കാരണം നമ്മുടെ PSCയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഇന്ത്യൻ ഭരണഘടനാ ഭാഗത്ത് പറയുന്ന ഒരു ടോപ്പിക്കാണ് പഞ്ചായത്തി രാജ് എന്ന് പറയുന്നത്. നമുക്കറിയാം 73-74 ഭരണഘടനാ ഭേദഗതികളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആനുകാലിക ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് മിനിസ്റ്റർ ഓഫ് പഞ്ചായത്തി രാജ് എന്ന് പറയുന്നത്. ആരായിരുന്നു പേര്? ശ്രീ രാജീവ് രഞ്ജൻ സിംഗ്. അതുപോലെ തന്നെ അടുത്ത മിനിസ്റ്റർ എന്ന് പറയുന്നത് ശ്രീ സർബണാഡ സോണോവാൾ. അദ്ദേഹത്തിൻ്റെ വകുപ്പ് എന്ന് പറയുന്നത് ഏതായിരുന്നു? തുറമുഖം, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ്. ജലഗതാഗതവും അതുപോലെ തന്നെ തുറമുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പാണ് ആര് കൈകാര്യം ചെയ്യുന്നത്? ശ്രീ സർബനാഥ സോണോവാൾ കൈകാര്യം ചെയ്യുന്നത്. ഡോക്ടർ വീരേന്ദ്രകുമാർ, അദ്ദേഹത്തിൻ്റെ വകുപ്പ് ഏതായിരുന്നു? സാമൂഹ്യ നീതി, സോഷ്യൽ ജസ്റ്റിസ്. ഓർത്ത് വയ്ക്കുക. സോഷ്യൽ ജസ്റ്റിസിൻ്റെ മിനിസ്റ്ററാണ് ആരെന്ന് പറയുന്നത്? ഡോക്ടർ വീരേന്ദ്രകുമാർ. ശ്രീ കിഞ്ചരാബു രാം മോഹൻ നായിഡു, അദ്ദേഹത്തിൻ്റെ വകുപ്പ് ഏതായിരുന്നു? മിനിസ്റ്റർ ഓഫ് സിവിൽ ഏവിയേഷൻ. അതുപോലെ തന്നെ പ്രഹ്ലാദ് ജോഷി, നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ്, മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. ഓർത്ത് വെക്കണം. ശ്രീ പ്രഹ്ലാദ് ജോഷി, മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ. അടുത്തൊരു വ്യക്തി എന്ന് പറയുന്നത് ശ്രീ ജോൾ ഓറാം. ഓർത്ത് വെക്കണം. മിനിസ്റ്റർ ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മിനിസ്റ്റർ ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ് ആരെന്ന് പറയുന്നത്? നമ്മളുടെ ശ്രീ ജൽ ഓറാം എന്ന് പറയുന്നത്. ശ്രീ ഗിരിരാജ് സിംഗ്, മിനിസ്റ്റർ ഓഫ് ടെക്സ്റ്റൈൽസ്. അതുപോലെ തന്നെ അശ്വിനി വൈഷ്ണവ്. ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് റെയിൽവേയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് എന്ത് ചെയ്തിരുന്നു, കുറച്ച് പരിഷ്കാരങ്ങളൊക്കെ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. റെയിൽവേയുടെ സെക്യൂരിറ്റീസൊക്കെ കൂട്ടുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ റെയിൽ ടിക്കറ്റിങ്ങിൻ്റെ ചില സേവനങ്ങളൊക്കെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിരുന്നു, പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. അന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ശ്രീ അശ്വിനി വൈഷ്ണവ് ഇദ്ദേഹം അതിലെന്ത് ചെയ്തിരുന്നു, ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മിനിസ്ട്രി ഏതായിരുന്നു? റെയിൽവേ മിനിസ്ട്രി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു വകുപ്പ് എന്ന് പറയുന്നത് എന്താണ്? മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ഈ മൂന്ന് വകുപ്പുകളും കൈകാര്യം ചെയ്യുന്ന ആരാണ്? അശ്വിനി വൈഷ്ണവാണ്.
ശ്രീ ജ്യോതിരാദിത്യ എം സിന്ധ്യ അദ്ദേഹത്തിൻ്റെ വകുപ്പ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, മിനിസ്റ്റർ ഓഫ് ഡെവലപ്മെന്റ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ. നമുക്കറിയാം ഇന്ത്യയെ സംബന്ധിച്ചോളം നമ്മുടെ വടക്ക് കിഴക്കൻ മേഖല എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അവിടെ നമ്മൾ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ഡെവലപ്മെന്റിന് വേണ്ടി ഒരു മിനിസ്റ്റർ തന്നെയുണ്ട്. ആരായിരുന്നു? ജ്യോതിരാദിത്യ എം സിന്ധ്യ. അതുപോലെ തന്നെ ശ്രീ ഭൂപേന്ദ്ര യാദവ് അദ്ദേഹത്തിൻ്റെ വകുപ്പ് എന്ന് പറയുന്നത് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഇമ്പോർട്ടൻ്റ് ആണ്. പരിസ്ഥിതി അതുപോലെ വനം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ PSC പരീക്ഷയ്ക്ക്. അപ്പോൾ ആ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റർ എന്ന് പറയുന്നത് ആരാണ്? ശ്രീ ഭൂപേന്ദർ യാദവ് ആണ്. അടുത്തൊരു മിനിസ്റ്റർ എന്ന് പറയുന്നത് ശ്രീ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത് കൾച്ചറും അതുപോലെ തന്നെ ടൂറിസവുമാണ്. ശ്രീമതി അന്നപൂർണ ദേവി, മിനിസ്റ്റർ ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. അതാരായിരുന്നു കൈകാര്യം ചെയ്യുന്നത്? ശ്രീമതി അന്നപൂർണ ദേവി. ഇനി അവസാനത്തെ ഒരു സ്ലൈഡിലേക്കാണ് നമ്മൾ എത്തുന്നത്. ശ്രീ കിരൺ റിജിജു ആരായിരുന്നു? പാർലമെന്ററി അഫയേഴ്സും അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് മൈനോറിറ്റി അഫയേഴ്സ്. ശ്രീ ഹർദീപ് സിംഗ് പുരി, മിനിസ്റ്റർ ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. മൻസുഖ് മാണ്ഡവ്യ, ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഈ ഭാഗം ഒന്ന് ഓർത്ത് വയ്ക്കുക, ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ളൊരു ഭാഗം. കാരണം നമ്മുടെ PSCയിൽ എടുത്തു പറയുന്നൊരു മേഖലയുണ്ട്, തൊഴിൽ എന്ന് പറഞ്ഞിട്ടൊരു മേഖല നമ്മുടെ ടോപ്പിക്കിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അതിൻ്റെ മിനിസ്റ്റർ എന്ന് പറയുന്നത് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യാണ്. ശ്രീ ജി കിഷൻ റെഡ്ഡി, അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത് കോളും അതുപോലെ തന്നെ മൈൻസുമാണ്. ശ്രീ ചിരാഗ് പാസ്വാൻ, മിനിസ്റ്റർ ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് ഇൻഡസ്ട്രി. ശ്രീ ആർ പട്ടേൽ, മിനിസ്റ്റർ ഓഫ് ജലശക്തി. നിർബന്ധമായിട്ടും ഇത്രയും പേരുകൾ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ എലിമിനേറ്റ് ചെയ്തിട്ടെങ്കിൽ ആൻസറിൽ എത്താൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഈ പേരുകൾ ഓർത്ത് വെക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട പേരുകൾ എന്ന് പറയുന്നത് നമ്മളുടെ ഫൈനാൻസ് മിനിസ്റ്റർ, അതുപോലെ തന്നെ റെയിൽവേ, അങ്ങനെയുള്ള കുറച്ച് വകുപ്പുകൾ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ക്ലാസ്സിൻ്റെ ഇടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. റെയിൽവേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള പേരുകൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. നിങ്ങൾ കേട്ടിട്ടില്ലാത്ത, ഓർമ്മയിൽ നിൽക്കാത്ത പേരുകൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ട് റിപ്പീറ്റഡ് ആയിട്ട് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ബാക്കി എല്ലാ പേരുകളും നമ്മൾ ഒരുവിധം ന്യൂസ് പേപ്പേഴ്സിൽ കാണുന്നതാണ്, അതുപോലെ തന്നെ ന്യൂസിലൊക്കെ കേൾക്കുന്നതാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് എന്ത് ചെയ്യാം, വീണ്ടും കാണാം.